എനിക്കൊരു സംശയമുള്ളത് ശ്രീമതി നീത, ഈ തരത്തിലേക്കാകും ഇത്തവണ മൺസൂൺ തുടങ്ങുമ്പോൾ നേരത്തെ എത്തുമായിരിക്കുമെന്ന് ഒരു റിപ്പോർട്ടുകളൊക്കെ ആദ്യം ഉണ്ടായിരുന്നു. അത് പക്ഷേ 27 എന്ന തരത്തിലൊക്കെയാണ് ആദ്യം തീയതി കേട്ടത്. പിന്നീടാണ് അത് 24-ന് തുടങ്ങി എന്ന് പറഞ്ഞു നമ്മൾ ആ റിപ്പോർട്ടൊക്കെ കണ്ടത്. അപ്പോൾ പക്ഷേ ഇത്തരത്തിലേക്ക് ഒരു വലിയ കാറ്റിൻ്റെ അകമ്പടിയോടുകൂടിയായിരിക്കും അതെല്ലാ ദിവസങ്ങളിലും അങ്ങനെയാകും എന്ന തരത്തിൽ നമുക്ക് എന്തുകൊണ്ടാണ് അത് മുൻകൂട്ടി പറയാനുള്ള സംവിധാനം നമുക്കില്ലാത്തതാണോ? അങ്ങനെ നമുക്ക് മുൻകൂട്ടി അറിയാൻ പറ്റുകയാണെങ്കിൽ അത് വളരെ ഉപകാരപ്രദമല്ലേ? അത് 27-ാം തീയതി എന്ന് പറഞ്ഞത് മൺസൂൺ വരുന്നത് അത് നമ്മുടെ ഫോർകാസ്റ്റ് ആയിരുന്നു. IMD മൺസൂൺ ഓൺസെറ്റ് ഓവർ കേരള അല്ലെങ്കിൽ കേരളത്തിൽ കാലവർഷം എത്തുന്ന ദിവസം മെയ് 27 ആയിരിക്കും. അതിന് 4 ദിവസം മുൻപോ 4 ദിവസം കഴിഞ്ഞോ ആവാം എന്നുള്ളതായിരുന്നു ഫോർകാസ്റ്റ്. ആക്ച്വലി ഈ മൺസൂൺ കറണ്ട് കേരളത്തിലെത്തിയ ദിവസമാണ് 24 എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഓൺസെറ്റ് നമ്മൾ ഡിക്ലെയർ ചെയ്ത ദിവസം. അതിൽ ഒരു തെറ്റിദ്ധാരണയുടെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം ±4 ഡേയ്സ് സെൻറ്റേഡ് അറ്റ് 27th മെയ് എന്ന് പറയുമ്പോൾ 24th മെയ് എന്ന് പറയുന്നത് നമ്മുടെ ഫോർകാസ്റ്റ് കറക്റ്റായിട്ട് തന്നെയാണ് വരുന്നത്. അതായത് ഫോർകാസ്റ്റും ആക്ച്വൽ ഒബ്സർവേഷനുമാണ്. ഫോർകാസ്റ്റാണ് 27th, ആക്ച്വൽ ഒബ്സർവേഷനാണ് 24th, ഓർ ആക്ച്വൽ ഡിക്ലറേഷനാണ് 24th മെയ് എന്ന് പറയുന്നത്. പിന്നെ മഴയുടെ കാര്യം നേരത്തെ തന്നെ നമ്മൾ എക്സ്റ്റൻഡ് റേഞ്ച് ഫോർകാസ്റ്റിലും അങ്ങനെയല്ലാതെ നമ്മുടെ ഈ 5 ദിവസത്തെ ഈ ജില്ലാ തിരിച്ചുള്ള ഈ മഴ മുന്നറിയിപ്പിലും എല്ലാം നമ്മൾ നേരത്തെ തന്നെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. 23-ാം തീയതിക്ക് ശേഷം മഴ ശക്തമാകുമെന്നും അത് 28 അല്ലെങ്കിൽ 29 വരെ അത് തുടർന്ന് പോകുമെന്നും പല സ്ഥലങ്ങളിലും അത് ബ്രീഫിംഗ് മീറ്റിങ്ങുകളിലും ഒക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ മഴയെപ്പറ്റി കൃത്യമായ ധാരണയുണ്ടായിരുന്നു. അത് എല്ലാവരിലേക്കും എത്തിച്ചിട്ടുമുണ്ട്. ഞാൻ ചോദിക്കുന്നത് നീത, ഈ കാറ്റിന്റെ കാര്യമാണ്. അതായത് അതാണല്ലോ ഇപ്പോൾ നമ്മൾ സാധാരണ കാണുന്നതിനേക്കാൾ കൂടുതൽ എല്ലായിടത്തും നല്ല രീതിയിൽ കാറ്റ് വീശുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട അപകടങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആദ്യ ദിവസം മുതൽ ഇന്ന് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നത് പോലും ഈ കാറ്റിനെ തുടർന്നുണ്ടാകുന്ന നാശനഷ്ടങ്ങളാണ്. ഞാൻ ചോദിക്കുന്നത്, അതൊരു അസാധാരണ സാഹചര്യമാണ്. ഇത്രയും വേഗത്തിൽ വീശിയടിക്കുന്ന കാറ്റ് അത് എല്ലാ ദിവസവും തുടക്കം മുതൽ തന്നെ ഇങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളത്. അതിനെക്കുറിച്ച് നമുക്ക് നേരത്തെ അറിയാനുള്ള സാഹചര്യം ഇല്ലേ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അത് കാറ്റെന്ന് പറഞ്ഞാൽ ഇത് വളരെ ചെറിയൊരു സ്കെയിലിൽ അനുഭവപ്പെടുന്ന, അതായത് വളരെ ചുരുങ്ങിയ സമയത്തേക്ക് കുറച്ച് ദൂരത്തേക്ക് മാത്രം കുറച്ച് കിലോമീറ്ററുകളിലേക്ക് മാത്രം 1-2 മിനിറ്റ് മാത്രം അനുഭവപ്പെടുന്ന ഒരു കാര്യമാണ് ഈ കാറ്റെന്ന് പറയുന്നത്. അപ്പോൾ നമുക്കത് മോണിറ്റർ ചെയ്യുന്നതിനും ഫോർകാസ്റ്റ് ചെയ്യുന്നതിനും ഒരു സയൻറ്റിഫിക്കലി അതിനൊരു തടസ്സമുണ്ട്. അത് ഒരു സയൻറ്റിഫിക് പ്രോബ്ലമാണ്. നമുക്ക് ഇത്രയും ചെറിയ സ്കെയിലുള്ള കാര്യങ്ങൾ ഒത്തിരി കാലം മുൻപേ, അല്ലെങ്കിൽ നോട്ടീസ് പീരീഡ് അധികം ഉണ്ടാവില്ല. ഇത്രയും ചെറിയ സ്കെയിലുണ്ടാകുന്ന ഒരു കാലാവസ്ഥാ പ്രതിഭാസം, എന്ത് പ്രതിഭാസമായിക്കോട്ടെ, പ്രകൃതിയിലുണ്ടാകുന്ന ഏത് പ്രതിഭാസമാണെങ്കിലും ചെറിയ സ്കെയിലാകുമ്പം അതിൻ്റെ നോട്ടീസ് പീരീഡും ചെറുതായിരിക്കും. വലിയ ലാർജ് സ്കെയിലുള്ള ഒരു പ്രതിഭാസമാണെങ്കിൽ അതിൻ്റെ നോട്ടീസ് പീരീഡ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ലീഡ് ടൈം കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഈ IMDയുടെ നൗകാസ്റ്റുകൾ ശ്രദ്ധിക്കാനായിട്ട് നമ്മളെപ്പോഴും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നത്. നൗകാസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ റഡാർ ഉപയോഗിച്ചും നമ്മളുടെ മറ്റ് നിരീക്ഷണ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോഴത്തെ കണ്ടീഷനെ അസസ് ചെയ്തിട്ട് അതിനോട് കൂടി 3 മണിക്കൂർ നേരത്തേക്കുള്ള കണ്ടീഷൻസ് നമ്മൾ പ്രൊജക്റ്റ് ചെയ്ത് അല്ലെങ്കിൽ പ്രെഡിക്റ്റ് ചെയ്യുകയാണ് ഈ നൗകാസ്റ്റിൽ ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെയാണ് ഇതുപോലുള്ള ശക്തിയായ കാറ്റിലുമൊക്കെ നൗകാസ്റ്റാണ് ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള ഒരു മോണിറ്ററിങ് ടൂൾ അല്ലെങ്കിൽ ഫോർകാസ്റ്റിംഗ് ടൂൾ എന്ന് പറയുന്നത്. അത് ഇത്രയും ചെറിയ സ്കെയിൽ അനുഭവപ്പെടുന്ന ഒരു കാര്യമായിട്ട് നമുക്കത് ഒരാഴ്ച മുൻപോ നമുക്കൊരു ഏകദേശ ധാരണ തരാൻ പറ്റും കാറ്റ് ശക്തിയായിരിക്കും. അത്രയേ നമുക്ക് സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മളത് നൗകാസ്റ്റ് തന്നെ ഫോളോ ചെയ്യണം ഈ അതിശക്തമായ കാറ്റ് എവിടെയാണ് വീശുന്നതെന്ന് അറിയാനായിട്ട്.